നമുക്ക് നൽകുമാറാവട്ടെ. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, ഇതിനു വേണ്ടി നല്ല വാക്ക് പറഞ്ഞ ആളുകൾ, ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരുടെയും ജോലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1488 ജന്മദിനം ആഘോഷിക്കുന്ന അതിമഹത്തായ ഒരു വേദിയിലാണ് നമ്മളൊക്കെ സംഗമിച്ചിട്ടുള്ളത്. വളരെ സുദീർഘമായി പ്രസംഗിക്കേണ്ട സമയമാണ്, പക്ഷെ ഞാനതിന് വിനിയോഗിക്കുന്നത് കാരണം നമുക്കറിയാം, ഇതുപോലെയുള്ള നബിദിന പരിപാടികൾ മാത്രമാണ് പുറത്തിറങ്ങാത്ത ആളുകളൊക്കെ ഇത്തരം പരിപാടിയിൽ സംഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ അത് പറയുക, കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് ഈ വേദിയോട് ചെയ്യുന്ന ഒരു അനീതിയായി കണ്ടുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാലഘട്ടത്തിലേക്ക്, ഈ ലോകത്തേക്ക് കടന്നു വരുന്നതായ സന്ദർഭം പ്രൊഫസർ ഹിറ്റ് പറയുന്നത് 3W കൊണ്ട് തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു അത്. വിമൺ വാർ വെയിൽ, യുദ്ധം, മദ്യം, പെണ്ണ്, ഇത് മൂന്നിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിലേക്കാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. നമുക്കറിയാം, ഒരു ചുമരിൽ ചാരിവെച്ച ഒരു വടി മരിച്ചിട്ടതിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തു ഔസ് ഹജ്റത്ത് ഗോത്രക്കാർ. നൂറ്റാണ്ടുകളോളം ആ സമൂഹത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫൂ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തിന് എഴുതി കൊടുക്കുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ ആണിന്റെയും പെണ്ണിന്റെയും സന്തതികളാണ്. ആദമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും സന്തതികളാണ് നിങ്ങൾ പരസ്പരം കലഹിക്കാൻ പാടില്ല. നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് എന്തിനു വേണ്ടിയാണെന്നറിയോ? തആറഫൂ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും തനി തങ്കത്തിന്റെ നിറമാർന്ന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ ആ സമൂഹത്തിന് കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും വ്യാപകമായ വ്യഭിചാരം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുഖത്തിൽ വന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് വ്യഭിചരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഒരാൾ വ്യഭിചരിക്കണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വ്യഭിചാരം എത്രമാത്രം വ്യാപകമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മനഃശാസ്ത്രപരമായ ഉപദേശം കൊടുക്കുകയാണ്. സഹോദര, നിനക്ക് ഉമ്മയുണ്ടോ? അയാൾ പറഞ്ഞു ഉമ്മയുണ്ട്. നിനക്ക് സഹോദരിയുണ്ടോ? അയാൾ പറഞ്ഞു ഉണ്ട്. നിനക്ക് ഭാര്യയുണ്ടോ? അയാൾ പറഞ്ഞു ഉണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിക്കുന്നു, നിന്റെ സഹോദരി വന്നുകൊണ്ട് ആരെങ്കിലും വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ നോക്കിക്കാണുകയില്ല. വീണ്ടും പറഞ്ഞു, നിന്റെ മാതാവിനെ വന്നുകൊണ്ട് ആരെങ്കിലും വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ എന്ത് ചെയ്യും? യാ റസൂലല്ലാഹ്, ഞാനത് സഹിക്കുകയില്ല. വീണ്ടും ചോദിക്കുന്നു, നിന്റെ ഭാര്യ മറ്റൊരാൾ വന്നുകൊണ്ട് വ്യഭിചരിക്കുന്നത് കാണാനിട വന്നാൽ നീ എന്ത് ചെയ്യും? യാ റസൂലല്ലാഹ്, അയാൾ കഷ്ണമായി വെട്ടി നുറുക്കും നബിയെ എന്ന് അയാൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മനഃശാസ്ത്രപരമായ ഒരു ഉപദേശം കൊടുത്തത്. എന്താ ഉപദേശം എന്നറിയോ? സഹോദരാലി വ്യഭിചരിക്കുന്ന പെണ്ണ് ഒന്നുകിൽ നിന്റെ സഹോദരി, ഒന്നുകിൽ ഒരാളുടെ സഹോദരിയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മാതാവായിരിക്കും. ഇത് നിനക്ക് സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചക സൗദത്തിൽ നിന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് വ്യഭിചരിക്കുകയില്ല എന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ സമൂഹത്തിലേക്ക് പ്രവാചകർ ഓടിക്കൊടുത്തത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഓടിക്കൊടുത്തു, വ്യഭിചാരങ്ങളെ നിങ്ങൾ അടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് നടക്കുന്ന ദർശനം, അതുപോലെ സ്പർശനം തുടങ്ങിയവ വിരോധിക്കുകയാണ് ഇസ്ലാം ഒരു ഉത്തമ സമൂഹത്തെ പടുത്തുയർത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം സൻആനിൽ നിന്നും ഹദ്റമൗത്തിലേക്ക് തനിയെ സഞ്ചരിക്കുന്ന ഒരു പെൺകുടി ഒരു അന്യദർശനത്തിൽ നിന്നും സുരക്ഷിതമായി നടന്നു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം പ്രവാചകർ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലും വ്യാപകമായ മദ്യപാനത്തിന്റെ ഉപയോഗം.
അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മദ്യത്തിന്റെ ഗോഡൌൺ നടത്തുന്ന സഹാബികൾ അത് മുഴുവനും വലിച്ചെറിഞ്ഞപ്പോൾ മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഒഴുകിയത് മദ്യത്തിന്റെ ചാലുകളായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണെന്നറിയോ? 1400 വർഷങ്ങൾക്കപ്പുറം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യമില്ലാത്ത വ്യഭിചാരമില്ലാത്ത ഒരുമയോടുകൂടെ ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ഈ സമൂഹത്തിനിടയിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് 14 നൂറ്റാണ്ടുകളിൽ എന്റെയും നിങ്ങളുടെയും കയ്യിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്തിയപ്പോൾ എന്തായി സഹോദരന്മാരെ അതിന്റെ അവസ്ഥ? എവിടെ നോക്കിയാലും ഒരുമയില്ലാതെ സമൂഹം നീങ്ങുമ്പോൾ, എവിടെ നോക്കിയാലും വ്യാപകമായ വ്യഭിചാരം മരങ്ങേറുമ്പോൾ, ചെറുപ്പക്കാരായ കുട്ടികൾ വരെ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ എവിടെ എത്തിയെന്ന് ഇസ്ലാമിന്റെ അവസ്ഥ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം. നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്നറിയോ? ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ കൈകളിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്തിപ്പെടാൻ വേണ്ടി കഷ്ടപ്പെട്ട മഹാന്മാരായ സഹാബാക്കൾ തന്റെ മധുര 17 ഭാര്യയുടെ മാർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി അള്ളാഹുവിന്റെ യുദ്ധത്തിന്റെ വിളികേറ്റുകൊണ്ട് എഴുന്നേറ്റ് പോയി ഷഹീദായ പടുത്തുയർത്തിയതായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ് എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്. ഇത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഒരു തുള്ളി രക്തം നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ജീവൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, രക്തം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ കാണിച്ചു തന്ന ആ മാർഗരേഖ അവലംബിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം മതി സഹോദരന്മാരെ. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാതൃകയാക്കി നമ്മളൊക്കെ ജീവിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പരിപാടി ഇന്ന് വളരെ ആഹ്ലാദപൂർവ്വം നമ്മൾ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. വളരെ ആവേശത്തോടുകൂടെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പരിപാടി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഈ പരിപാടി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സങ്കടകരമായ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഇതേ പരിപാടിയിൽ ഇതേ വേദിയിൽ വന്നുകൊണ്ട് പ്രസംഗം അതുപോലെ തന്നെ സംഭാഷണമൊക്കെ അവതരിപ്പിച്ച നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന മിൻഹാജ് എന്ന കുട്ടിയുടെ സ്മാരക കവാടമാണ് നമ്മൾ എവിടെയാ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇത്തരത്തിൽ ആഹ്ലാദപൂർവ്വം പരിപാടി നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? മരണത്തിന്റെ കവാടത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുകയാണ്. മരണത്തിന്റെ കവാടത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുകയാണ്. പലപ്പോഴും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളിൽ പലതും നമ്മൾ മറന്നു പോവുകയാണ്. എന്റെയും നിങ്ങളുടെയും ഈ ആയുസ് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ മേലിൽ ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചെറുപ്പക്കാര്, വിദ്യാർത്ഥികൾ, സഹോദരിമാരൊക്കെ ആ ബാധ്യത ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല. 5 വഖ്ത് നമസ്കാരം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത്തരം ആളുകൾ ഒരുമിച്ച് കൂടിയ വേദികളൊക്കെ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇശാ ബാങ്ക് കൊടുത്തതിനു ശേഷം നമ്മുടെ മക്കളെ നമ്മൾ ആരും പുറത്തുവിടരുത്. ഇശാ ബാങ്ക് കൊടുത്തതിനു ശേഷം നമ്മുടെ മക്കളെ ആരും നമ്മൾ പുറത്തുവിടരുത്. അങ്ങനെ പുറത്തുവിട്ട് വൈകുന്നേരം 9ഉം 10ഉം മണിക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കൾ തിരിച്ചു വരുന്ന ഒരവസ്ഥ വന്നാൽ മദ്യപാനത്തിന്റെ ഉപയോഗത്തിൽ അവർ അടിമപ്പെട്ടു പോകും, യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ പല ഭാഗത്തു നിന്നും പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എത്രയോ സമയം കഴിഞ്ഞ് രാത്രി 12 മണിക്കും 1 മണിക്കുമൊക്കെ ചെറുപ്പക്കാരായ കുട്ടികൾ പല സ്ഥലങ്ങളിലും പച്ചോപ്പിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഒഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത്, വളരെ ചെറുപ്പത്തിൽ ഈ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മാത്രമേ അവർ വലുതായാൽ അവരെ ഉപദേശിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ മക്കളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചെറുപ്പക്കാരായ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്തിനെ കുറിച്ച് ഒരു ധാരണ രക്ഷിതാക്കളാണെന്ന് അവകാശപ്പെടുത്തി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. ഈ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നാളെ അപമാനിതരാകുന്ന അവസ്ഥ നമ്മൾക്ക് വരും. ദുനിയാവിൽ നമ്മൾ അപമാനിതരാകുന്നതിന്റെ പുറത്ത് നാളെ ആഖിറത്തിലും അപമാനിതരാകും. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യം, അവരുടെ പഠനകാര്യം മറ്റുള്ളതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ, ഇതിനു വേണ്ടി നമുക്ക് മുമ്പ് സഹായിച്ചിരുന്ന ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിലേക്ക് ജന്നാത്തുൽ ഫിർദൗസിന്റെ കവാടം തുറന്നു കൊടുക്കുമാറാവട്ടെ. വളരെ ഭംഗിയായ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആൻ വാക്യത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.